ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സ്വർണം, വെള്ളി, കറൻസി എന്നിവയുമായി ബന്ധപ്പെട്ട സക്കാത്തിന്റെ മസലകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ കൈവശം എത്ര പവൻ സ്വർണം ഉണ്ടായാലാണ് അയാൾക്ക് സക്കാത്ത് നിർബന്ധമാവുക? ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫനഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു വ്യക്തിയുടെ കയ്യിൽ എത്ര സ്വർണം ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാവുക എന്നാണ് ചോദ്യം. 20 മിസ്കാൽ സ്വർണം അഥവാ 85 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. നമ്മുടെ കിതാബിലൊക്കെ പരിചയപ്പെടുത്തിയത് 20 മിസ്കാൽ എന്നാണ്. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 4.25 ഗ്രാമാണ്. നമ്മുടെ ആലിമീങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠനം നടത്തി വിശദീകരിച്ച അളവ് അത്രയാണ്. അപ്പോൾ 20 മിസ്കാൽ വരുമ്പോൾ 85 ഗ്രാം ഉണ്ടാകും. ഈ 85 ഗ്രാം മറ്റു ഒന്നിൻ്റെയും കലർപ്പില്ലാത്ത തനി ഖാലിസായ സ്വർണം, പ്യൂർ ഗോൾഡ് വേണം. അഥവാ നമ്മൾ തങ്കം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്, തങ്കം. അത് 85 ഗ്രാം ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാവുള്ളൂ. ഇന്ന് നമ്മളെ വിപണിയിൽ വാങ്ങുന്ന സ്വർണം 916 ആണെങ്കിലും 916 അതാണെങ്കിലും 22 ക്യാരറ്റിൻ്റെ സ്വർണ്ണമാണെങ്കിലും അതിലൊക്കെ ചെമ്പിൻ്റെ അംശം ഉണ്ടാകും. ഈ ചെമ്പിൻ്റെ അംശം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ആ ചെമ്പ് ഒഴിവാക്കി അതിലുള്ള ആ സ്വർണത്തിൻ്റെ ഭാഗം മാത്രം 85 ഗ്രാം ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. അപ്പോൾ ഇന്ന് വിപണിയിൽ നിന്ന് വാങ്ങുന്ന സ്വർണം ചിലപ്പോൾ ഒരു 90 ഗ്രാമൊക്കെ ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. കാരണം ബാക്കിയൊക്കെ ചിലപ്പോൾ ചെമ്പായിട്ട് എന്താവും, പോകും. ഞാൻ 90 എന്നത് സുമാറ് പറഞ്ഞതാണ്, കൃത്യ അളവൊന്നുമല്ല. ഏതായാലും 85 ഗ്രാം പ്യൂർ ഗോൾഡ്, തനി സ്വർണം, മറ്റൊന്നുമില്ലാത്ത സ്വർണം, അഥവാ സ്വർണമല്ലാത്തത് മാറ്റി വെച്ചാൽ സ്വർണത്തിൻ്റെ അളവ് മാത്രം 85 ഗ്രാം അതിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്വർണം ഒരു വ്യക്തിയുടെ കൈവശത്തിൽ ഒരു വർഷം നിലനിന്നാൽ അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധമാണ്. അപ്പോൾ കൈവശത്തിൽ വന്ന് ഒരു വർഷമായാൽ സക്കാത്ത് നിർബന്ധമാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ആഭരണത്തിന് ചിലപ്പോൾ സക്കാത്ത് വരുന്ന രീതിയും വരാത്ത രീതിയും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വഴിയെ വിശദീകരിക്കാം. ഇപ്പോൾ ഒരു ഗോൾഡ് കോയിൻ ഒരാൾ എടുത്തു വെച്ചാലൊക്കെ ഈ രൂപത്തിൽ സക്കാത്ത് വരും. ആഭരണത്തിന് ശേഷം ചർച്ച ചെയ്യാം. എത്ര തൂക്കം വെള്ളി കൈവശം വെച്ചാലാണ് സക്കാത്ത് നിർബന്ധമാവുക? വെള്ളി 200 ദിർഹം അഥവാ 595 ഗ്രാം വെള്ളി ഉണ്ടായാലാണ് വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാവുക. അഥവാ നേരത്തെ സ്വർണത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ പ്യൂർ സിൽവർ, മറ്റ് ചിലപ്പോൾ വെള്ളിയിൽ മറ്റു വസ്തുക്കളൊക്കെ ചേർക്കും, മറ്റു വേറെ വല്ല ലോഹങ്ങളും ചേർത്ത് കളയും. അതിലുള്ള ആ മറ്റു ലോഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് അതിലുള്ള വെള്ളിയുടെ അംശം മാത്രം 595 ഗ്രാം ഉണ്ടെങ്കിൽ അതൊരാളുടെ കൈവശത്തിൽ ഒരു വർഷം നിലനിന്നാൽ അതിൽ സക്കാത്ത് നിർബന്ധമാകും. അഥവാ 200 ദിർഹം എന്ന് പറഞ്ഞല്ലോ, ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 2.975 ഗ്രാമാണ്. അപ്പോൾ 200 ദിർഹം എന്ന് പറയുമ്പോൾ 595 ഗ്രാം വരും. അപ്പോൾ 595 ഗ്രാം വെള്ളിക്കാണ് ഒരു വർഷം കൈവശത്തിൽ വെച്ചാൽ സക്കാത്ത് നിർബന്ധമാകുന്നത്. ആഭരണത്തിന്റെ സക്കാത്ത് ശേഷം വിശദീകരിക്കാമെന്ന് നേരത്തെ പറയുകയുണ്ടായി. എത്ര പവൻ സ്വർണം ആഭരണം കൈവശം വെച്ചാലാണ് സക്കാത്ത് നിർബന്ധമാവുക? ഇത് ഒരു കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇത്ര പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും, അല്ലെങ്കിൽ ഇത്ര പവൻ ഇല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നതല്ല മാനദണ്ഡം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പൊതു മാനദണ്ഡം, ഒരു സ്വർണമോ വെള്ളിയോ ഒരാൾ ആഭരണമാക്കി ഉണ്ടാക്കിയാൽ നമ്മൾ ആ ഉണ്ടാക്കലോടുകൂടി, ആഭരണത്തിൻ്റെ രൂപം പ്രാപിക്കലോടുകൂടി അതിൽ നിന്ന് സക്കാത്ത് ഒഴിവാകും. അതിൽ സക്കാത്ത് വരില്ല. ആഭരണത്തിൻ്റെ രൂപം തന്നെ സക്കാത്തിനെ തടയും എന്ന ആശയം തുഹ്ഫയിലൊക്കെ മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലേക്ക് മാറലോടുകൂടി സക്കാത്ത് ഒഴിവാകും. തുഹ്ഫ 3/273 ഈ വിഷയം മനസ്സിലാക്കാം. ഇനി അതിലേക്ക് സക്കാത്ത് കടന്നു വരുന്ന രീതിയുണ്ട്. ഉദാഹരണം, ഹറാമായ ഉപയോഗത്തിന് വേണ്ടി ഒരാൾ ആഭരണം ഉണ്ടാക്കി, എന്നാൽ അതിന് സക്കാത്തുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ പൊതുവെ സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതേസമയത്ത്
ധരിക്കുന്ന ആഭരണമാണെങ്കിൽ പോലും അതിന് സക്കാത്തുണ്ട് എന്ന അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഹനഫി മദ്ഹബിലും അങ്ങനെയാണ് മസാല. ആരെങ്കിലും ഒരാൾ ആ അഭിപ്രായം അനുസരിച്ച് അമലി ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പ്രബല അഭിപ്രായം അനുസരിച്ച് സക്കാത്തില്ല എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്രബലമായ ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ട്, ഷറഹുൽ മുഹദ്ദബൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, കുറേ പാവങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാര്യമാണല്ലോ, അതിന് നമ്മൾ തടയൊന്നും വേണ്ട. അതേ സമയത്ത് പ്രബല അനുസരിച്ച് സക്കാത്ത് ഇല്ല. എന്നാൽ ഇനി സക്കാത്ത് വരുന്ന രൂപമുണ്ട് ആഭരണത്തിൽ. ഒന്ന്, ഹെറാമായ ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണമാണെങ്കിൽ അതിൽ സക്കാത്തുണ്ട്. ഉദാഹരണം, പുരുഷന് സ്വർണ്ണ ആഭരണം ധരിക്കൽ ഹെറാമാണ്. അപ്പോൾ ഒരു പുരുഷൻ അയാൾക്ക് ധരിക്കാൻ വേണ്ടി സ്വർണത്തിൻ്റെ ആഭരണം ഉണ്ടാക്കി, അത് നേരത്തെ പറഞ്ഞ പോലെ 85 ഗ്രാമോ അല്ലെ അതിന് മേലെയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ സക്കാത്ത് വരും. അത് ആഭരണത്തിന് സക്കാത്ത് വരുന്ന ഒരു രൂപമാണ്. ആഭരണത്തിന് സക്കാത്ത് വരുന്ന മറ്റൊരു രീതിയും കൊണ്ടുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഹറാമായ ഉപയോഗത്തിന് വേണ്ടി ആണെങ്കിൽ സക്കാത്തുണ്ട്. മറ്റൊന്ന്, ഇസ്രാഫ് ഉണ്ടെങ്കിൽ സക്കാത്തുണ്ട്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധൂർത്ത്. ഈ ധൂർത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചില ധൂർത്തുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾ 50 പവനുണ്ടെങ്കിലും ചിലപ്പോൾ അത് ഓവറായിപ്പോയി ധൂർത്താന്നൊക്കെ പറയും. അതല്ല ഇവിടെ പരിഗണിക്കുന്നത്. ഫുഖഹ, ഷാഫി മദ്ഹബിലെ ഇമാമുകൾ ധൂർത്തിനൊരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫ 3-ാം വഴി 280-ാമത്തെ പേജിൽ ആ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. ആ ആശയം നിഹായയിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാനദണ്ഡം, ആ ആഭരണങ്ങൾ ധരിച്ച് നിൽക്കുന്ന ആഭരണത്തിലേക്ക് നോക്കിയാൽ ഒരു അഭംഗി തോന്നും, ഒരു ചടപ്പ് എന്നൊക്കെ പറയും നമ്മളെ മലപ്പുറം ഭാഷയിൽ. അത് കാണുമ്പോൾ ഒരു ഭംഗികേട് തോന്നുന്ന രൂപത്തിൽ. എൻ്റെ ഓർമ്മയിലോടുള്ള ഇബാർത്ത് യംഫുറു ത്വബഉ അൻഹു, മനുഷ്യന്റെ പ്രകൃതി അത് കാണുമ്പോൾ അതിനോട് അനിഷ്ടം പ്രകടിപ്പിക്കും, ഒരു ഭംഗികേട് തോന്നും. ഈ രൂപത്തിലുള്ള ആഭരണമാണെങ്കിൽ അതിൽ സക്കാത്തുണ്ട്. അതിന് 1-2 ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഒരു സ്ത്രീ അവളുടെ കയ്യിൽ ഒരു വള ധരിക്കണം. ഈ വള ഭയങ്കര വലിപ്പമുണ്ട്. അല്ലെങ്കിൽ ഒരു മാലയാണ് സ്വർണത്തിൻ്റെ. ഈ മാല ഒരു ഓട്ടോറിക്ഷൻ്റെ ടയർ പോലെ അത്രയും വലുതാക്കിയിട്ട് 1000-1500 പവനുള്ള ഒരു മാല. ഇത് കാണുമ്പോൾ തന്നെ വളരെ ബോറാണെന്ന് ആളുകൾക്ക് പറയാൻ പറ്റും. ആ രൂപത്തിലുള്ള ആഭരണമാണെങ്കിൽ അതിൽ സക്കാത്തുണ്ട്. അതേസമയത്ത് ഒരു ഭംഗിയിൽ നല്ലൊരു സ്വർണ്ണ കിരീടം തന്നെ ഒരു പെണ്ണ് ധരിച്ചാലും അതിൽ സക്കാത്ത് വരില്ല. അതേപോലെ സ്വർണത്തിന്റെ ചെരുപ്പ് സ്ത്രീകൾക്ക് ധരിക്കൽ അനുവദനീയമാണെന്ന് നമ്മുടെ ഫിഖഹിന്റെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭംഗി കേട വരുന്ന രൂപത്തിൽ ധരിക്കാം. അല്ലെങ്കിൽ ഈ കൈയിന്റെ ഇവിടെ മുതൽ ഇതുവരെ ഒരു സ്ത്രീ വളയിടുകയാണ്. ഈ വള എല്ലാം കൂടി കാണുമ്പോൾ ഒരാൾ നോക്കിയാൽ ഭയങ്കര ബോറാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരേ സമയം ധരിക്കാൻ വേണ്ടി ഒരു പെണ്ണെന്താക്കി ഇത്രയും ആഭരണം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അതിൽ സക്കാത്തുണ്ട്. അതേസമയം ഒരു പെണ്ണിന്റെ കയ്യിൽ, ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു 250 വളകളുണ്ട്. ഒരേ സമയം ധരിച്ചാൽ അത് ബോറായിട്ട് തോന്നും. പക്ഷെ ഇവൾ ഒരേ സമയം അത് ധരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അവൾ ഇടയ്ക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ 4-5 ധരിക്കും, പിന്നെ അത് അഴിച്ചു വെക്കും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മറ്റേത് ധരിക്കും എന്ന രീതിയിൽ അങ്ങനെ വെച്ചതാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും കരുതാതെയാണ് ആഭരണം ഉണ്ടാക്കിയത്. ഒരേ സമയം ധരിക്കണം എന്നും കരുതിയിട്ടില്ല, അല്ലാന്നും കരുതിയിട്ടില്ല. ഇങ്ങനെയാണെങ്കിലൊന്നും സക്കാത്ത് വരില്ല. ഒരേ സമയം ധരിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധരിക്കുമ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് ബോറ് വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ സക്കാത്തുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഫുള്ള് ഓളെ തല മുതൽ ചെവിയിൽ നിറയെ ആഭരണം ഇട്ടിട്ടുണ്ട്, കഴുത്തിൽ, കാലും മുഴുവൻ ആഭരണം. ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരു ബോർ തോന്നുമെങ്കിൽ ഇത് മുഴുവൻ ഒരേ സമയം ധരിക്കാനും വേണ്ടിയാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിൽ സക്കാത്ത് വരും. അതേ സമയത്തൊക്കെ നമ്മളൊരു ഓവർകോട്ട് പോലെയൊക്കെ, ഈ വിദേശത്തൊക്കെ ചില അറബികളൊക്കെ ഇടുന്ന പോലെ ഓവർകോട്ട് പോലെ ഈ സ്വർണത്തിന്റെ പ്രത്യേക ഒരു ഓവർകോട്ടൊക്കെ വിദേശത്തുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ല കൂടുതൽ ഭംഗിയാണ് തോന്നുക എന്നാണ് അറിയാൻ സാധിച്ചത്. അത് ചിലപ്പോൾ ഒരു 500 പവനൊക്കെ ഉണ്ടായേക്കാം. അതിലൊന്നും ഷാഫി മദ്ഹബ് അനുസരിച്ച് സക്കാത്ത് വരില്ല. അതൊക്കെ വേണമെങ്കിൽ ഗായത്തുൽ ജമാൽ, കൂടുതൽ ഭംഗി എന്ന് പറയാമെന്നല്ലാതെ ഒരു കാണുന്ന സമയത്ത് ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതി അതിൽ വരില്ല. അതുകൊണ്ട് അതിൽ സക്കാത്തില്ല. ചുരുക്കി പറഞ്ഞാൽ, പുരുഷൻ ധരിക്കുക പോലെയുള്ള ഹറാമായ ഉപയോഗത്തിനോ അതല്ലെങ്കിൽ കാണുന്ന സമയത്ത് ബോറാകുന്ന രൂപത്തിൽ ധരിക്കാനോ വേണ്ടിയുള്ള ആഭരണമാണെങ്കിൽ അത് 85 ഗ്രാമോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ നിർബന്ധമില്ല. സ്വർണത്തിന് സക്കാത്ത് വരുന്ന ഒരു രൂപവും കൂടെ ഉണ്ട്. സ്വർണ്ണ വെള്ളി ആഭരണങ്ങളിൽ സക്കാത്ത് വരുന്ന രൂപവും കൂടെ ഉണ്ട്. അതെന്താണ്? ഈ സ്വർണവും വെള്ളിയും ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒരു ആസ്തിയാക്കി മാറ്റി വെക്കുക. കൻസ് എന്ന് പറയും. കൻസാക്കി മാറ്റി വെക്കുക. ഒരു നിധി, ഒരു ആസ്തിക്ക് വേണ്ടി മാറ്റി വെക്കുക.
അങ്ങനെ മാറ്റിവെക്കാൻ തീരുമാനിച്ച സ്വർണ്ണാഭരണമാണെങ്കിൽ, ഒരു കേടുപാടില്ലാത്ത അടിപൊളി സ്വർണ്ണമാണെങ്കിൽ പോലും അതിൽ സക്കാത്തും ഉണ്ട്. 85 ഗ്രാമോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ സക്കാത്തുണ്ട്. അപ്പോൾ ഒരു സ്ത്രീക്ക് കല്യാണത്തിന് ഒരു 100 പവൻ സ്വർണം അവളുടെ ഉപ്പ നൽകി. അതിൽ ഒരു 50 പവൻ അവൾ തീരുമാനിച്ചു ഇത് ഇനി ധരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം അതിന്റെ മോഡലൊക്കെ മാറിപ്പോയി. അപ്പൊ പുതിയ ഫാഷൻ വന്നപ്പോൾ പഴയ ഏതായത് മോഡൽ പോരാ. അപ്പൊ ഇനി അത് ഇട്ടാൽ ബോറാണെന്ന് കരുതിയിട്ട് അവള് ഇനി ഞാൻ ഇടുന്നില്ല ധരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അവള് മാറ്റി വെച്ചു. ഇനി വല്ല വീട് പണിയോ മറ്റുണ്ടെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, വിറ്റിട്ട് ഉപയോഗിക്കാം, വിൽപ്പന ഉദ്ദേശിച്ചിട്ടൊക്കെ മാറ്റി വെച്ചതാണ്. ഇങ്ങനെയാണെങ്കിൽ ധരിക്കില്ല എന്ന് എപ്പോൾ മുതലാണോ തീരുമാനിച്ചത്, ആ തീരുമാനം വന്നത് മുതൽ ഒരു വർഷം കഴിഞ്ഞാൽ സക്കാത്ത് വരും. അത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ചില സ്ത്രീകളൊക്കെ ഒരു നിശ്ചിത ആഭരണങ്ങൾ ഇനി ഞാനത് ഉപയോഗിക്കൂല, അത് വീട് പണിക്കൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ വിൽക്കാമെന്ന് തീരുമാനിച്ച് മാറ്റി വെക്കും. ഈ മാറ്റി വെച്ചത് 85 ഗ്രാമോ അതിന്റെ മുകളിലുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാവും. അതേസമയം ഒന്നും ഉദ്ദേശിക്കാതെ മാറ്റി വെച്ചാൽ സക്കാത്തില്ല. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കാലത്ത് ധരിക്കുമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചാലും സക്കാത്തില്ല. കേടുപാട് സംഭവിച്ച ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമുണ്ടോ? ഇവിടെ ചോദിച്ചത് കേടുപാട് സംഭവിച്ച ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ എന്നാണ്. അതിപ്പോ ആഭരണം എന്നുള്ളത് ധരിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. അപ്പൊ കേടുപാടൊക്കെ സംഭവിച്ചാല് അതില് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. രണ്ടായി വേർതിരിക്കാം. ഒന്ന്, ജസ്റ്റ് ഒന്ന് വിളക്കി ചേർത്താൽ ഒന്ന് ഒട്ടിച്ച് എടുക്കാൻ പറ്റും. ചെറിയ പൊട്ടലൊക്കെ ഉള്ളൂ. അപ്പോൾ ആരോ ഒന്ന് വലിച്ചപ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിയിട്ട് വലിച്ചപ്പോൾ അതിന് കുളത്ത് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ചെറിയൊരു കട്ടിങ് ഉണ്ടായി, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അതിന് കേടുപാട് സംഭവിച്ചത് നമ്മൾ അറിഞ്ഞു, അത് പിന്നീട് ശരിയാക്കണം എന്നൊരു ഉദ്ദേശത്തിൽ അവിടെ അങ്ങനെ വെച്ചതാണെങ്കിൽ അതിന് സക്കാത്തില്ല. ഇനി ഇതൊരിക്കലും ശരിയാക്കൂല എന്ന് തീരുമാനിച്ചതാണെങ്കിൽ സക്കാത്ത് വരും. അപ്പോൾ ചെറിയ കേടുപാടാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് വിളക്കി ചേർക്കാൻ പറ്റുന്ന കേടുപാടാണെങ്കിൽ, അത് നന്നാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ മാറ്റി വെച്ചാൽ അതിനെന്തില്ല, സക്കാത്ത് ഇല്ല. അതേസമയം കംപ്ലീറ്റ്ലി പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, ഒരു സ്ത്രീയുടെ ചെയിനിന്റെ മേലെ കൂടെ ഒരു ജീപ്പ് കയറിപ്പോയി, അത് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ്, ഇനി അത് വീണ്ടും ധരിക്കണമെങ്കിൽ അത് രണ്ടാമത് ഉരുക്കി വാർക്കണം. ഉരുക്കി വാർക്കുക എന്നറിയില്ല, ഫുള്ള് ഉരുക്കി വാർക്കണം. ഈ രൂപത്തിലായിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് വരും. അതിന് 85 ഗ്രാം ഉണ്ടെങ്കിൽ ഈ കേടുപാട് സംഭവിച്ചത് മുതൽ ഒരു വർഷം കഴിഞ്ഞാൽ സക്കാത്ത് വരും, അല്ലാതെ അതിന് മുമ്പൊന്നും വരില്ല. അപ്പൊ ആ രൂപത്തിൽ ആഭരണം കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സക്കാത്തുണ്ട്. ചെറിയ കേടാണെങ്കിൽ അത് നമ്മൾ നന്നാക്കി പിന്നെ ഉപയോഗിക്കാമെന്ന തീരുമാനം ഉണ്ടെങ്കിൽ അതിൽ സക്കാത്ത് ബാധകം അല്ല. കാരണം അതൊക്കെ ധരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സാധനമാണ്, അതുകൊണ്ട് അതിൽ സക്കാത്തില്ല. വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ സുരക്ഷിതത്തിന്റെ ഭാഗമായി ചില ആളുകൾ സ്വർണം ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട്. അതിന് സക്കാത്ത് നിർബന്ധമാവുമോ? അതായത് ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് 100-200 പവൻ സ്വർണ്ണം ഉണ്ടാകും. അത് ഒരേ സമയത്ത് ബോറാകുന്ന രൂപത്തിൽ ധരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സക്കാത്തുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അതിന് സക്കാത്തില്ല. എന്നാൽ ഈ സ്വർണം ഇവരിപ്പം ധരിക്കുന്നില്ല, ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ അത്രയും സ്വർണം ധരിച്ച് പോയാൽ സുരക്ഷിതത്വം അല്ലല്ലോ. അപ്പൊ തൽക്കാലം ഒരു ലോക്കറിൽ വെച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ സക്കാത്ത് വരുമെന്നാണ് ചോദ്യം. അപ്പൊ ബാങ്കില് ലോക്കറിൽ വെക്കുകയാണ്, ഗൾഫിലേക്ക് പോകുന്ന ആവശ്യത്തിന് വേണ്ടി സുരക്ഷിതത്വത്തിന് ലോക്കറിൽ വെക്കുന്ന സമയത്ത് ഇനി ഇതൊരിക്കലും ധരിക്കൂല എന്ന് തീരുമാനിച്ചിട്ടാണ് ലോക്കറിൽ വെക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഇനിയിപ്പോ ഒരു ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അത് വിറ്റിട്ട് അതുകൊണ്ടൊരു വണ്ടി വാങ്ങാം എന്ന് കരുതിയതാണ്, ധരിക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്നാൽ അതിന് സക്കാത്തുണ്ട്. അങ്ങനെ തീരുമാനമൊന്നുമില്ല, തൽക്കാലം അവിടെ കിടക്കട്ടെ തീരുമാനിച്ചിട്ടാണ് ലോക്കറിൽ വെച്ചതെങ്കിൽ അത് 85-100 എത്ര ഗ്രാം ഉണ്ടെങ്കിലും എത്ര പവൻ ഉണ്ടെങ്കിലും അതിനെന്തില്ല, സക്കാത്ത് ബാധകം അല്ല. അപ്പൊ കേവലം എടുത്തു വെച്ചുന്നത് കൊണ്ട് സക്കാത്തില്ല, ധരിക്കില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി മാറ്റി വെക്കുന്നതിനാണ് സക്കാത്തുള്ളത്. ഓക്കെ. ഈ വിഷയവുമായി ഡയറക്റ്റ് ബന്ധമൊന്നുമില്ലെങ്കിലും ചെറിയ ആൺകുട്ടികളെ അവർക്ക് സ്വർണ്ണാഭരണം ധരിക്കാൻ പറ്റുമോ? അതായത് സ്ത്രീകൾക്ക് സ്വർണം വെള്ളിയൊക്കെ അനുവദനീയമാണ് ആഭരണങ്ങൾ. ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിക്കാമോ എന്നാണ് ചോദ്യം. ചെറിയ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തി വരെ സ്വർണം ധരിപ്പിക്കൽ അനുവദനീയമാണ് എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം.
ഇത് തുഹ്ഫ കിതാബുൽ ലിബാസിൽ 3-ാം ജുസുയിൽ പറഞ്ഞിട്ടുണ്ട്. ധരിപ്പിക്കണം എന്നല്ല പറയുന്നത്, ധരിപ്പിക്കൽ മതപരമായിട്ട് തെറ്റില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ അതിനൊന്നും സക്കാത്ത് വരൂല, കാരണം കുട്ടിക്ക് അത് ധരിക്കൽ അനുവദനീയാണ്. അപ്പൊ അതിനുവേണ്ടി സ്വർണ്ണം ഉണ്ടാക്കി വെച്ചു, സക്കാത്ത് അതിൽ ബാധകാവൂല. ഇന്ന് നമ്മൾ സർവ്വവ്യാപകമായി ഉപയോഗിക്കുന്നത് കറൻസി ആണല്ലോ. അപ്പൊ ആ കറൻസി എടുത്തുകൊണ്ട് സ്വർണത്തിനും വെള്ളിക്കും പകരമായി സക്കാത്ത് കൊടുക്കാമോ? ഒരു ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അതായത് സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ സ്വർണം തന്നെ നൽകണോ, അല്ലെങ്കിൽ വെള്ളിയുടെ സക്കാത്ത് വെള്ളി തന്നെ നൽകണോ, പകരം ഇന്ന് നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന കറൻസി നൽകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി, സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ നൽകണം, വെള്ളിയുടെ സക്കാത്ത് വെള്ളി തന്നെ നൽകണം. സ്വർണത്തിന്റെ സക്കാത്ത് വെള്ളി നൽകിയാൽ ശരിയാകൂല. തുഹ്ഫ പറയുന്നുണ്ട്, ലിഅന്നഹു ലാ യുജ്സിഉ അനിൽ ഫിദ്ദ, സ്വർണത്തിന്റെ സക്കാത്ത് വെള്ളി നൽകിയാൽ പറ്റൂല, ഇനി തിരിച്ചും നൽകിയാൽ പറ്റൂല എന്ന് തുഹ്ഫ ഇതാക്കുന്നുണ്ട്, പറയുന്നുണ്ട്. 3:269 തുഹ്ഫ പറയുന്നുണ്ട്. അപ്പൊ സ്വർണത്തിന്റെ സക്കാത്ത് വെള്ളി പോലും നൽകാൻ പറ്റൂല, വെള്ളിന്റെ സ്വർണം പോലും നൽകാൻ പറ്റൂല. അങ്ങനെ വരുമ്പോൾ കറൻസി ഏതായാലും പറ്റില്ല എന്നതിന് എന്താക്കാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോ പിന്നെ ഒരു ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെ ആകുമ്പോൾ ഈ സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണം തന്നെ കൊടുക്കലൊക്കെ പ്രയാസമല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഈ ആഭരണത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരൂല എന്നൊക്കെ ചോദിക്കും. അങ്ങനെയില്ല. എൻ്റെ അടുത്ത് എൻ്റെ അലമാറയിലുള്ള സ്വർണത്തിന്റെ സക്കാത്ത് അത് അതിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വേറെ സ്വർണം വാങ്ങിയിട്ട് എന്ത് ചെയ്താൽ മതി, അവകാശികൾക്ക് കൊടുത്താൽ മതി. എങ്കിലും അത് പ്രയാസമല്ലേ, കറൻസി കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് സാധാരണഗതിയിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. ഇമാം ബുൽഖീനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്താവയിൽ മഹാനവറുകളോട് ചോദ്യമുണ്ട്, ഈ വെള്ളിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ഫുലൂസ് കൊടുക്കാൻ പറ്റുമോ? ഇന്നത്തെ കറൻസി പോലെ പഴയ കാലത്തുണ്ടായ ഒരു സംഗതിയാണ് ഫുലൂസ്, അത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ട്. അതിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി പറ്റുമെന്നാണ്. മഹാനവറുകളുടെ ഫത്വ മറ്റേ തെർശീഹൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഫത്താവ എന്ന് ലഭ്യമാണ്, തെർശീഹിലൊക്കെ ആ മസാല ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മഹാനവറുകളെ പോലുള്ളവർ പറഞ്ഞതിൽ നിന്ന്, ഫുലൂസ് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ നിന്ന്, നമ്മുടെ ആധുനിക കറൻസിയും നമ്മൾ ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ അളവുണ്ടല്ലോ, നമുക്ക് നിർബന്ധമായ അളവ്, അത്ര അളവ് എന്ത് കൊടുത്താൽ മതി, കറൻസി കൊടുത്താലും നമ്മുടെ സക്കാത്തിന്റെ ബാധ്യത വീടും. ഈ അഭിപ്രായം അനുസരിച്ച് എന്ന് മനസ്സിലാക്കാം. പ്രബല അഭിപ്രായം അനുസരിച്ച് സ്വർണ്ണമായിട്ട് തന്നെ, വെള്ളിയായിട്ട് തന്നെ കൊടുക്കണം. എങ്കിലും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, സൂക്ഷ്മത പ്രബലം അനുസരിച്ച് നിങ്ങൾ തന്നെയാണ്. എങ്കിലും അത് പ്രയാസമാണെങ്കിൽ ഈ അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പിന്നെ നൽകേണ്ട അളവ് 2.5% നൽകേണ്ടത്. അപ്പോ ഒരാളുടെ കൈവശം 100 പവൻ സ്വർണമുണ്ടെങ്കിൽ അതിന്റെ 2.5% അഥവാ 40-1, 40 ഭാഗം അഥവാ 2.5 പവൻ സക്കാത്തായിട്ട് നൽകണം. 1000 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് 25 ഗ്രാം അഥവാ 2.5% 25 ഗ്രാം വരും. 25 ഗ്രാമാണ് നൽകേണ്ടത്. ഇനി എത്ര രൂപ കൈവശം വെച്ചാലാണ് കറൻസിക്ക് സക്കാത്ത് നിർബന്ധമാവുക? കറൻസി ആധുനിക കാലത്ത് വന്ന ഒരു പുതിയ പഴയ കാലത്ത് സ്വർണം വെള്ളിയും നിലനിന്നിരുന്നത് പോലെ പുതിയ കാലത്ത് വന്ന ഒരു വിനിമയ മാധ്യമമാണ് കറൻസി. അപ്പോൾ ആധുനിക ഉലമാഇന്റെ കറൻസി വന്നതിന് ശേഷമുള്ള, അല്ലെങ്കിൽ ആധുനിക ഉലമായിൽ ഭൂരിഭാഗവും കറൻസിക്ക് സക്കാത്തുണ്ട് എന്ന നിലപാടാണ് നമ്മളെ അറിവനുസരിച്ച് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് സംസാരിക്കുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വില ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതൊരു വർഷം കൈവശത്തിലുണ്ടെങ്കിൽ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. ഈ കൈവശം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഉടമസ്ഥാവകാശത്തിലുണ്ടായാൽ മതി. അതായത് ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സാലറി അതെനിക്ക് കിട്ടാനുള്ള സാലറിക്ക് എന്ത് ചെയ്യണം, അത് സക്കാത്തിന്റെ തുക എത്തിയിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ വില അത് എൻ്റെ കൈവശത്തിൽ, എൻ്റെ ഉടമസ്ഥാവകാശത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വർഷം കഴിഞ്ഞാൽ സക്കാത്ത് നൽകണം. അപ്പൊ എനിക്ക് ഓരോ മാസവും എൻ്റെ സാലറി ഇങ്ങനെ പെൻഡിങ്ങിൽ കിടന്നു. 6 മാസമായപ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വാല്യൂ അത് എത്തി എങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ സക്കാത്ത് ഞാൻ നൽകൽ നിർബന്ധമാണ്. ഈ കറൻസിനെ പൊതുവെ വെള്ളിയോടാണ് തുല്യപ്പെടുത്തുന്നത്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത് പറയേണ്ട ഒരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ
നമ്മൾ കടമായി നൽകിയാൽ, ഇപ്പം ഞാനൊരു 1,00,000 രൂപ നിങ്ങൾക്ക് കടമായി നൽകി, അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സക്കാത്ത് നൽകണം. കാരണം അത് എൻ്റേത് തന്നെയാണ് ക്യാഷ്, നിങ്ങളുടേതല്ലല്ലോ. അപ്പോൾ കടം നൽകിയ ഡേറ്റ് മുതൽ ഒരു വർഷമാകുമ്പോഴല്ല, എപ്പോഴാണോ എൻ്റെ കൈവശത്തിൽ ആ പണം എത്തിയത് അവിടെ നിന്ന് അങ്ങോട്ടൊരു വർഷം കഴിയുമ്പോൾ സക്കാത്ത് നൽകേണ്ടതാണ്. പിന്നെ കിട്ടാനുള്ള ശമ്പളത്തിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്ന മസാല ഫത്ഹുൽ മുഈനിൽ നിന്നും മറ്റൊക്കെ മനസ്സിലാക്കാം. ഒരു പെണ്ണിന് ഒരാൾ സക്കാത്ത് നിർബന്ധമാകുന്ന ഒരു സ്വർണം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതി മഹറായി നിശ്ചയിച്ചു, എന്നിട്ട് അദ്ദേഹം അത് കൊടുത്തിട്ടില്ല, ഒരു കടമായി പറഞ്ഞു. മഹർ കടമായി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. മഹർ അങ്ങനെ കടമാക്കി വെച്ചു. എന്നിട്ടൊരു വർഷം കഴിഞ്ഞാൽ സക്കാത്തിന്റെ നിസ്വാബ്, സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ അളവ് ആ നിശ്ചയിച്ച മഹർ ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ സ്ത്രീ സക്കാത്ത് കൊടുക്കണമെന്നൊക്കെ ഫത്ഹുൽ മുഈനിലൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഈ മസല കിട്ടാനുള്ളതിനും സക്കാത്ത് നിർബന്ധമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ കടം നമ്മൾ നൽകിയാൽ അത് വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നതെങ്കിൽ, മുൻകഴിഞ്ഞ ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടാണെങ്കിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ഓരോ വർഷവും എന്ത് ചെയ്യണം? അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് കിട്ടുന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലാത്ത കടാണ്, കാരണം അദ്ദേഹത്തിന് തിരിച്ച് ഏൽപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ കടം വാങ്ങിയ വ്യക്തി തിരിച്ചു തരുന്ന സ്വഭാവക്കാരനല്ല, നൽകിയാൽ പിന്നെ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരനല്ല. അപ്പൊ കിട്ടുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മൾ വർഷാവർഷം കൊടുക്കേണ്ടതില്ല. കിട്ടിയതിന് ശേഷം ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ 2 വർഷത്തേതും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ സക്കാത്ത് കൊടുത്താൽ മതി. നേരത്തെ കിട്ടുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത് അഡ്വാൻസ്ഡ് ആയി കൊടുക്കേണ്ട ആവശ്യമില്ല. വർഷത്തിനിടയ്ക്ക് വെള്ളിയുടെ വില കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ. ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ഏത് വില അടിസ്ഥാനമാക്കിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? കറൻസിയുടെ സക്കാത്താണ്. കറൻസിയുടെ സക്കാത്ത് ഒരാൾ കൊടുക്കുമ്പോൾ ഏത് വില അടിസ്ഥാനമാക്കിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതായത് നമ്മൾ ഈ ചോദ്യം നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉരുത്തിരിഞ്ഞു വന്നൊരു ചോദ്യമാണ്. 595 ഗ്രാം വെള്ളിയുടെ വില ഒരാളുടെ കൈവശാവകാശം ഒരു വർഷം ഒരാളുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വെള്ളിയുടെ വില എന്ന് പറയുന്നത് ഉയരുകയും താവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 595 ഗ്രാം വെള്ളിയുടെ വില ഒരു 60,000 രൂപയോളം വരും. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ റേറ്റ് ആയിരിക്കും ഞാൻ ഈ പറയുന്നത്. 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളിൻ്റെ റേറ്റ് കുറയും. അന്ന് 595 ഗ്രാം വെള്ളിക്ക് 50,000 ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുന്ന് ഒരു 3 മാസം മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ ചിലപ്പോൾ വെള്ളിയുടെ വില കൂടി 70,000 ആകും. പിന്നെ ആ 70,000 അങ്ങനെ നിലനിന്നു. ഈ വർഷം പൂർത്തിയാകുന്ന സമയത്ത് 70,000 ആണ് വെള്ളിയുടെ വില എങ്കിൽ, ഞാൻ എടുത്ത് സൂക്ഷിച്ച ക്യാഷ് ആണെങ്കിൽ 60,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സക്കാത്ത് നൽകേണ്ടതില്ല. കാരണം 595 ഗ്രാം വെള്ളിയുടെ മൂല്യം ഒരു വർഷം ഒരാളുടെ കൈവശത്തിൽ വേണം. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര മൂല്യം എന്തായിട്ടില്ല, ഒരു വർഷം ഇയാൾ കൈവശത്തിൽ ഉണ്ടായിട്ടില്ല. ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം ഇടയ്ക്ക് വെച്ച് വെള്ളിയുടെ വില കൂടിയപ്പോൾ ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ച മൂല്യം താഴ്ന്നു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ച ആ ക്യാഷ്, ആ എമൗണ്ട് ഒരു വർഷം മുഴുവൻ വെള്ളിയുടെ വില ഏറ്റവും ഉയർന്ന ആ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വെള്ളിയുടെ 595 ഗ്രാം വെള്ളിയുടെ വില ഏറ്റവും ഉയർന്നത് എത്രയാണോ ആ എമൗണ്ടോ അതിന് മുകളിലോ വേണം. അതിന് താഴെ വരുന്ന ഏതെങ്കിലും ഘട്ടം വന്നാൽ അവിടെ വെച്ച് വർഷം മുറിയും. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ എമൗണ്ടിനോട് ചേർന്ന അതേ ലെവലിൽ വെള്ളിയുടെ വില താഴ്ന്നു വന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് വർഷം വീണ്ടും തുടങ്ങും. വെള്ളിയുടെ വില വീണ്ടും ഉയർന്നാൽ വർഷം മുറിയും. ഇങ്ങനെ ഉണ്ടാവുക. അതേസമയത്ത് ഒരു വലിയൊരു എമൗണ്ട് എടുത്തു വെച്ചാൽ ഇത് ബാധിക്കില്ല. ഒരു കറക്റ്റ് 595 ഗ്രാം വെള്ളിന്റെ വിലയൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 595 ഗ്രാം വെള്ളിക്ക് 60,000 രൂപയാണ്. ഇപ്പോൾ 1,00,000 രൂപ എടുത്തു വെച്ചാൽ ഈ സംശയങ്ങളൊന്നും മിക്കവാറും അതിനെന്ത് ചെയ്യൂല, സാധിക്കൂല. ഒരു വർഷത്തിന്റെ ഇടയ്ക്കൊന്നും വെള്ളിക്ക് 40,000 ഒന്നും 595 ഗ്രാം വെള്ളിക്ക് വർദ്ധിക്കാൻ സാധ്യതയില്ല. ഒരു കറക്റ്റ് എമൗണ്ട് ഒക്കെ തുല്യമായ എമൗണ്ട് ഒക്കെ എടുത്തു വെക്കുമ്പോഴാണ് ഈ ഒരു സംശയം വരുന്ന സ്ഥലം അവിടെയാണ്. ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ പേ അതൊക്കെ ഉപയോഗിച്ച് സക്കാത്ത് നൽകാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ സക്കാത്ത് നൽകുമ്പോൾ എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? അത് നമ്മുടെ ആധുനിക ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളെ പണം എന്ന് പറയുന്നത് അത് 2-3 ഐറ്റംസ് ഉണ്ട് ചുരുങ്ങിയ രൂപത്തിൽ, അല്ലാതെ അതിനപ്പുറം ഉണ്ടാവും. ഒന്ന് നമ്മളെ നേരെ കറൻസി നോട്ടുകൾ, പിന്നെ അത് ഡിജിറ്റൽ മണിയായിട്ട് മാറും. ഇതേ സാധനം തന്നെ ഡിജിറ്റൽ മണിയായിട്ട് മാറും. അപ്പോൾ
ഇതിന്റെ ഒരേ സംഗതിയെ വ്യത്യസ്ത രൂപത്തിൽ ഉപയോഗിക്കാന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കറൻസിയുടെ സക്കാത്ത് അതേപോലെ തന്നെ ഗൂഗിൾ പേയിൽ നൽകാൻ പറ്റുമോ എന്നുള്ളത് വലിയ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ ബാക്കി ഇടപാടുകൾക്കൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമ്മൾ 100 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ 100 രൂപയുടെ നോട്ട് തന്നെ കൊടുത്താൽ മാത്രമേ കച്ചവടം ശരിയാവുമെന്ന് ആരും പറയുന്നില്ല. 100 രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ, 100 രൂപയുടെ കടലാസ് പൈസ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ ഡിജിറ്റൽ മണിയും കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആ ഡിജിറ്റൽ മണി എങ്ങനെ കൈമാറല്ലേ? ഗൂഗിൾ പേ ആകുമ്പോൾ അത് ആ രൂപത്തിൽ അത് സെൻഡ് ചെയ്യേണ്ട രീതിയിൽ എന്താക്കും, അതിനെ എങ്ങനെയാണോ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത്, അതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെയാണ് സക്കാത്ത് നൽകേണ്ടി വരിക. അപ്പോൾ നമ്മൾ 1,00,000 രൂപയുടെ ഫർണിച്ചർ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വില കൊടുക്കൽ ഞാൻ ഡിജിറ്റൽ മണി ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അപ്പൊ അത് എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ഫോൺ പേയിലൂടെയോ ഗൂഗിൾ പേയിലൂടെയോ മറ്റ് സംവിധാനത്തിലൂടെ ഞാൻ കൈമാറുമ്പോൾ അത് അതിന്റെ വില കൈമാറ്റമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിൽ പൊതുവെ സംശയങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ഇതിന്റെ സക്കാത്തിന്റെ കൈമാറ്റം ആ രീതിയിൽ തന്നെയാണ് വരിക. വലിയ ഉലമാവിനോട് അന്വേഷിച്ചപ്പോൾ ഗൂഗിൾ പേ വഴി നൽകിയാലും സക്കാത്ത് നൽകലായി പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെയ്യത്ത് ചെയ്യേണ്ടത് എവിടെയെന്നാണ് അടുത്തൊരു ചോദ്യം വന്നത്. സക്കാത്തിന് നെയ്യത്ത് ചെയ്യേണ്ടത് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പണം അല്ലെങ്കിൽ സ്വർണം അത് നമ്മളിങ്ങനെ അളന്നെടുത്ത് മാറ്റി വെക്കുമല്ലോ. നമ്മുടെ അടുത്ത് ചിലപ്പോൾ കുറേ ക്യാഷ് ഉണ്ടാകും. അതിൽ നിന്ന് ഇത് സക്കാത്തിന് കൊടുക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ വേർതിരിച്ച് വെക്കുമല്ലോ. വേർതിരിച്ച് വെച്ചിട്ട് നിയത്ത് ചെയ്യാം. വേർതിരിക്കുന്ന സമയത്ത് നിയത്ത് ചെയ്യാം. അല്ലെങ്കിൽ അവകാശിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നിയത്ത് ചെയ്യാം. ഞാൻ വേർതിരിച്ചിട്ടൊന്നുമില്ല, എൻ്റെ പോക്കറ്റിൽ കുറേ പൈസ ഉണ്ട്. നിങ്ങൾ സക്കാത്തിന്റെ അവകാശിയാണെങ്കിൽ നിങ്ങളെ കയ്യിലേക്ക് അതിൻ്റെ 1000 രൂപ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണെങ്കിൽ ആ തരുന്ന സമയത്ത് നിയത്തും ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിൾ പേ സംവിധാനത്തിൽ കൊടുക്കുക കൈമാറുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആ വേർതിരിക്കൽ അടക്കം ഒരു പക്ഷെ നടക്കുന്നത് നമ്മുടെ മറ്റേ ആളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചു അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറൊക്കെ അടിച്ചു അവസാനം ഒരു ക്ലിക്ക് ചെയ്യുമല്ലോ, ആ സമയമാണ് നൽകലായിട്ട് പരിഗണിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ സമയത്താണ് നിയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അവസാനത്തെ ക്ലിക്കിന്റെ സമയത്ത് നിയത്ത് ചെയ്തിട്ട് നൽകിയാൽ അത് മതിയാകുമെന്നാണ് വലിയ ഉസ്താദുമാരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു അലം.